ലോകം എബോള വൈറസ് ബാധയുടെ ഭീതിയിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളായ കോങ്കോയിലും ഉഗാണ്ടയിലും എബോള വൈറസ് ബാധയും തുടർന്നുള്ള മരണങ്ങളും ഉയരുന്ന സാഹചര്യത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നിവിടങ്ങളിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാൻ പൗരന്മാർക്ക് ഇന്ത്യ നിർദ്ദേശം നൽകി. എങ്ങനെയാണ് ഈ വൈറസ് വരുന്നത്, ഇത് പകരുന്നത് എങ്ങനെ എന്നിവ നമുക്ക് വിശദമായി നോക്കാം. ബുണ്ടി ബുഗ്യോ എന്ന പേരുള്ള പ്രദേശമാണ് എബോള രോഗബാധയുടെ പ്രധാന കേന്ദ്രം. ഈ വൈറസ് കാരണം മാരകമായേക്കാവുന്ന പനിയാണ് വൈറൽ ഹെമറാജിക് പനി. ബുണ്ടി ബുഗ്യോ വകഭേദം മൂലമുള്ള രോഗബാധകൾ ഇതിനു മുമ്പ് 2 തവണ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നിലവിൽ ഇതിനെതിരെ ഫലപ്രദമായ വാക്സിനുകളോ ചികിത്സയോ ലഭ്യമല്ല. എങ്കിലും വാക്സിൻ വികസിപ്പിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ശാസ്ത്രലോകത്ത് നടക്കുന്നുണ്ട്. കോങ്കോ, ഉഗാണ്ട സർക്കാരുകൾ എബോള രോഗബാധ സ്ഥിരീകരിച്ച് തൊട്ടു പിന്നാലെ മെയ് 15-ന് ലോകാരോഗ്യ സംഘടന പൊതുജനാരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഏറ്റവും പുതിയ വൈറസ് ജീനോം സീക്വൻസിംഗ് റിപ്പോർട്ട് അനുസരിച്ച് മുമ്പ് പ്രചരിച്ചിരുന്ന വൈറസിൽ നിന്നല്ല, മറിച്ച് പുതിയ സ്പിൽ ഓവർ സംഭവത്തിൽ നിന്നാണ് ആഫ്രിക്കയിൽ എബോള പുറപ്പെടാൻ സാധ്യതയെന്നാണ് പൊതുജനാരോഗ്യ വിദഗ്ധനും കൊച്ചിയിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുൻ പ്രസിഡന്റുമായ രാജീവ് ജയദേവൻ പറഞ്ഞത്. അതിനാൽ ഇത് കണ്ടെത്താനും തടയാനും പ്രയാസമാണ്. വവ്വാലുകൾ, കുരങ്ങുകൾ തുടങ്ങി രോഗബാധിതരായ മൃഗങ്ങളിൽ നിന്നാണ് വൈറസ് മനുഷ്യരിലേക്ക് പകരുന്നത്. ഇവയുടെ രക്തം, ശരീരദ്രാവകങ്ങൾ, വിസർജ്യം അല്ലെങ്കിൽ അസംസ്കൃത മാംസം എന്നിവയുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയാണ് ഇത് പകരുന്നത്. മെയ് 21 വരെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ 746 സംശയാസ്പദമായ കേസുകളും 176 മരണങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉഗാണ്ടയിലുമായി നിലവിൽ 84 സ്ഥിരീകരിച്ച കേസുകളുണ്ട്. ഇതിൽ 10 പേർ മരിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ കിഴക്കൻ പ്രവിശ്യകളിലൂടെയാണ് വൈറസ് പ്രധാനമായും പടരുന്നതെങ്കിലും ഉഗാണ്ടയിലെ കമ്പാലയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത കുറച്ച് കേസുകൾ ആരോഗ്യ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട്.